പുതിയ ചില അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നല്ലോ, അതിൻ്റെ ഭാവിയെ താങ്കൾ എങ്ങനെയാണ്? അത് ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട വകുപ്പും ഒക്കെ നോക്കേണ്ട കാര്യമല്ലേ. ഞാനത് നോക്കേണ്ട കാര്യമില്ല. കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ള ഒരാൾ ഇതിനെപ്പറ്റി എന്തിനാണ് ചിന്തിക്കുന്നത്? ഇന്ന് വരെ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചിട്ട് പോലുമില്ല, അന്വേഷിക്കുമില്ല. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് റൌഫ് വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോഴേ ആദ്യം തന്നെ താങ്കൾ വാർത്താ സമ്മേളനം വിളിച്ച് ആ കാര്യം ജനങ്ങളോട് പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, ആ സമയത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ സാധാരണ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഒരു രീതിയായിരുന്നില്ല. ചില സ്ലിപ്പ് ഓഫ് ടങ് പോലും വന്നിരുന്നു. ഞാൻ ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിട്ടുണ്ട് എന്നും മറ്റുള്ള ചില പ്രസ്താവനകൾ വരെ വന്നിരുന്നു. പ്രതിരോധിക്കാനുള്ള താങ്കളുടെ ആദ്യത്തെ ശ്രമം പാളിപ്പോയെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം അതൊക്കെ അന്നുണ്ടായ ചില സംഭവങ്ങൾ അന്ന് തന്നെ വളരെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അത് ഈ സമയത്ത് വ്യവസായ വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്ത് വ്യവസായത്തെ പറ്റി പറയുന്നതല്ലാതെ വീണ്ടും ഇതേപ്പറ്റി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ആ കാലഘട്ടത്തിൽ താങ്കളുടെ പാർട്ടി പ്രതിരോധത്തിലായപ്പോഴേ അന്ന് അതിന് നേതൃത്വം കൊടുത്ത ഒരു ചാനലിൻ്റെ അധ്യക്ഷസ്ഥാനം രാജിവെക്കണമെന്ന് ഒരു ആവശ്യമുണ്ടായിരുന്നു. അന്ന് എം കെ മുനീർ പാർട്ടി സെക്രട്ടറി സ്ഥാനമാണ് രാജിവെച്ചത്. ഇനി ഇത്തരം കോൺട്രവേഴ്സികൾക്ക് ഞാനതൊരു ഡിസ്കഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പഴകിയ സംഗതികളാണ് ചോദിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉത്തരങ്ങൾ ഇനിയിപ്പോൾ ഒഴിവാക്കണം. മുനീർ ഒരു രാഷ്ട്രീയ അവസരവാദമാണ്. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു ചാനലിന്റെ ചെയർമാൻ സ്ഥാനം, മന്ത്രിയാകാൻ പോകുന്നു. അതൊരു രാഷ്ട്രീയ അവസരം. വളരെ അപ്രസക്തമായ അസമയത്തുള്ള വിഷയങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻ ഒഴിവാക്കുകയാണ്. ഈ എം കെ മുനീറിന് കൊടുത്തിരിക്കുന്നത് സാമൂഹ്യക്ഷേമവും പഞ്ചായത്തുമാണ്. അത് വളരെ ചെറിയ വകുപ്പാണ്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആ കാലത്ത് മോശമായിരുന്നു. അതുകൊണ്ടാണ് ഈ ചെറിയ വകുപ്പുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. അല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. കാരണം സാമൂഹ്യക്ഷേമ വകുപ്പ് ചെറിയ വകുപ്പോ? കാരണം സാമൂഹ്യക്ഷേമ വകുപ്പ് അനവധി വളരെ അധികം സാധാരണ ജനങ്ങളുടെ, അതുപോലെ തന്നെ പാവങ്ങളുടെ, എത്തിയും കുട്ടികളുടെ, വികലാംഗരുടെ ഇവരൊക്കെ കാര്യം നോക്കേണ്ട വളരെയധികം സമയം ആവശ്യമുള്ളൊരു വകുപ്പാണ്. പിന്നെ ഞങ്ങളുടെ സമയത്ത് പഞ്ചായത്ത് ഡിവൈഡ് ചെയ്ത് നഗരം പഞ്ചായത്തും രണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പതിവുള്ളതാണ്. ഇപ്പം 5 മന്ത്രിസ്ഥാനങ്ങളാണ് ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ 4 മന്ത്രിമാർ ലീഗിന് എന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നതെന്നാണ് പുറത്തു വന്ന വാർത്ത. ഇപ്പോൾ ഏതെങ്കിലും ഒരു നിലവാരത്തിൽ UDF ചെയർമാനോ UDF കൺവീനറോ ലീഗിന് 5 മന്ത്രിസ്ഥാനത്തിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അവരുമായി ചർച്ച ചെയ്തൊരു ധാരണയിലെത്തി. അങ്ങനെയല്ല കാണേണ്ടത്. ഇനി UDF ചർച്ച നടന്നിരിക്കുന്നത് 3 സ്ഥാനങ്ങളെക്കുറിച്ചാണ്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പാർലമെൻ്ററി അഫയേഴ്സ്. അത് പിന്നീട് തീരുമാനിക്കുന്ന ഞങ്ങളെല്ലാം യോജിച്ച് തീരുമാനിക്കുകയുണ്ടായി. ഏറ്റവും ലേറ്റസ്റ്റ് അത് സംബന്ധിച്ച് ഞങ്ങളൊക്കെ വീണ്ടും പത്രക്കാരോട് പറയുകയും ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അത് ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും. അതിൽ ഞങ്ങൾ ഒരു സ്ഥാനത്തേക്ക് ആളെ പ്രഖ്യാപിച്ചു. സബ്ജക്റ്റ് ടു ഇതെല്ലാം തീരുമാനമാകുമ്പോൾ അത് സത്യപ്രതിജ്ഞ ചെയ്യുള്ളൂ, ഞങ്ങളത് പറയുകയും ചെയ്തു. അല്ല, അതൊരു മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതാണ്. അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങളുടേതായ റീസൺസ് ഉണ്ടായിരുന്നു. ഇന്നർ പാർട്ടി ഡിസ്കഷനിൽ ഉള്ള റീസൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ആ കാര്യം പറഞ്ഞത്. മാണിയൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ധാരണ തന്നെ ഉണ്ടായിട്ടില്ല, എനിക്കതേക്കുറിച്ച് അറിയില്ല എന്നാണ്. മുഖ്യമന്ത്രിയും പറയുന്നു അത്തരത്തിലൊരു ധാരണയും ഉണ്ടായിട്ടില്ല എന്ന്. അപ്പം എന്റെ ചോദ്യം അതാണ്, ഇല്ലാത്തൊരു ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനമാണോ സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. മാണി അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ള പദം പ്രയോഗിച്ചിട്ടില്ല. മാണി പറഞ്ഞത് ആകെ ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അറിവ് എനിക്കറിഞ്ഞൂടാ, ഏത് സാഹചര്യത്തിലാണ് ലീഗ് പ്രഖ്യാപിച്ചതെന്നേ പറഞ്ഞിട്ടുള്ളൂ. മുഖ്യമന്ത്രി അറിയില്ല. അതിന് ശേഷം KPCC പ്രസിഡന്റ്, മുഖ്യമന്ത്രി, അതുപോലെ മാണിയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ പറഞ്ഞ അത് തന്നെ ആവർത്തിച്ചു. അതായത് അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നുള്ളത്. ലീഗിന്റെ യഥാർത്ഥ ആവശ്യം എന്താ? മഞ്ഞളാംകുഴി അലി മന്ത്രിയാകുക എന്നാണോ, അതോ 5 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളത്? അല്ല, അത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ കൂടുതൽ വേണ്ട. ചർച്ച ചെയ്യാനിരിക്കുന്ന വിഷയമായതുകൊണ്ട് ചർച്ചയുടെ റിസൾട്ട് ഇനി ഒരുപാട് പറയാൻ എനിക്ക് കഴിയില്ല. എന്ന് പത്രക്കാർ ഒരുപാട് ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി അവസാനത്തെ ഞങ്ങളുടെ പ്രതികരണം എൻ്റെതും അതുപോലെ KPCC പ്രസിഡന്റും ഒക്കെ ഒന്ന് തന്നെയാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇത് ഏതെങ്കിലും തരത്തിലൊരു മാണി ലീഗ് തർക്കത്തിന് വഴിവെക്കുമോ? അതേയില്ല, ഒട്ടുമില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു തർക്കത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ. 3 പാർട്ടിയുണ്ട്, 3 സ്ഥാനമുണ്ട്. ഒന്ന് ആലോചിച്ച് ഒരാൾക്ക് അതിനൊരു തർക്കത്തിനുള്ള ഒരു കോണ്ടസ്റ്റ് വരുന്നില്ല. അതൊക്കെ വളരെ സുഗമമായി തീർന്നു പോകും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. വ്യവസായം, IT, അതുപോലെ തന്നെ ന്യൂനപക്ഷക്ഷേമം തുടങ്ങിയിട്ടുള്ള നഗരസഭ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് താങ്കൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് വളരെ ആധിപത്യമുള്ളൊരു ഒരു മന്ത്രിസഭയാണോ ഇത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ലീഗിന് 20 MLA മാരില്ലേ? ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏറ്റവും ചീഫ് മിനിസ്റ്റർ
അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഞങ്ങൾക്ക് അങ്ങ് ചോദിച്ചുകൂടെ? ഞാനും കൂടി ഇരുന്നല്ലേ ഫൈനാൻസ് പിന്നെ മാണി സാർ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും സീനിയോറിറ്റിയും നോക്കിയിട്ട് യാതൊരു തർക്കവും ഇല്ലാതെ ഫൈനാൻസ് മിനിസ്റ്റർ മാണി സാർ ആവണമെന്ന് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചില്ലേ? ഞങ്ങളുടെ ഇരുവെണ്ണത്തിൻ്റെ ശക്തി വെച്ചിട്ട് ഒരു വകുപ്പ് ഞങ്ങളിത് ഇതിനേക്കാൾ MLA മാർ കുറഞ്ഞ സമയത്തുള്ള വകുപ്പുകൾ തന്നെയല്ലേ ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളൂ. പുതുതായിട്ടൊന്നും എടുത്തിട്ടില്ല. ഒരു വകുപ്പ് പുതുതായിട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല, എടുത്തിട്ടുമില്ല. നാളെ മുന്നണീൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇതിൽ നിന്ന് ഒരെണ്ണം വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നാൽ ഞങ്ങളത് ചെയ്യുമായിരുന്നു. ഞങ്ങളോട് തർക്കം ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ എന്തിനെങ്കിലും അവിഹിതമായി വാങ്ങിയെന്നോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടെന്നോ വെറുതെ ഒരു പങ്കെടുത്തുകൊണ്ട് താങ്കൾ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ കോട്ട് ചെയ്യാം. വ്യവസായ വൽക്കരണത്തിനു വേണ്ടി അല്പം പ്രകൃതി നശിച്ചാലും തരക്കേടില്ല എന്ന എൻ്റെ ചിന്താഗതി മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ പ്രകൃതി സമ്പത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനെ ഇപ്പോൾ ഏറ്റവും വെറുക്കുന്നയാൾ ഞാനാണ്. ഇത് പറയുമ്പോൾ താങ്കൾ അന്ന് വ്യവസായ മന്ത്രിയായിരുന്നില്ല, ഇപ്പോൾ വ്യവസായ മന്ത്രിയാണ്. ഈ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. പണ്ടൊക്കെ ഈ വിശാലമായ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് വ്യവസായങ്ങൾ അവിടെയൊക്കെ ഉയർന്നു വരുന്ന ഒരു സ്വപ്നം ആണുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതേ റോഡിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ ഇരുഭാഗങ്ങളിലും കാണുന്ന കുന്ന് ഇടിക്കലും അതുപോലെ തന്നെ നിലന്തൂർക്കലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വലിയ വിഷമവും വേദനയും അനുഭവപ്പെടുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പോയാൽ ഈ തലമുറ കഴിയുമ്പോൾ എന്താവും ഭാവി തലമുറയുടെ, അതിൽ നമ്മുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളും എല്ലാവരും പെടുന്നുണ്ടല്ലോ. ഭാവി തലമുറയുടേതും കൂടി ഇപ്പോഴേ നമ്മൾ ഉപയോഗിച്ച് തീർക്കുകയാണ് എന്ന ചിന്ത, യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഈ പോക്ക് ശരിയല്ല. അപ്പം ഞാൻ ചിന്തിച്ചതാണ് അന്ന് പറഞ്ഞത്. താങ്കൾക്ക് മുമ്പ് വ്യവസായ മന്ത്രിയായിരുന്നയാൾ പരസ്യമായി പറഞ്ഞത് വ്യവസായം തെങ്ങിൻ്റെ മണ്ടയിൽ കൊണ്ടുവരണമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ താങ്കളുടെ ഈ പ്രകൃതിയോടുള്ള സ്നേഹം തെങ്ങിൻ്റെ മണ്ടയിൽ വ്യവസായം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന ആശങ്ക വല്ലതും ഉണ്ടോ? ഇല്ലില്ല, ആ കാലമൊക്കെ മാറി. ഇപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു മുറിയിൽ തുടങ്ങാവുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാവുന്ന സാങ്കേതിക വിദ്യ വളർന്നു വന്നല്ലോ. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോക്കോൽ വ്യവസായമൊന്നുമല്ല. ഓരോ രാജ്യത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. കേരളത്തിൻ്റെ ചുറ്റുപാടിന് അനുയോജ്യമായ തരം വ്യവസായങ്ങൾ മതി. അപ്പോൾ കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. ആ ഒരു തരത്തിലാണ് ഇപ്പോൾ എൻ്റെ ചിന്ത ഉള്ളത്. അത് സാധ്യമാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അധികാരത്തിൻ്റെ കുതിരപ്പുറത്തേറി സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ചുറ്റുമുള്ള പലതും കാണാതെ പോകും. ഒടുവിൽ ഞാൻ മനസ്സിലാക്കി എനിക്ക് എന്നോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ മാത്രമേ ഉള്ളൂ എന്ന്. ഇപ്പോൾ താങ്കൾ അധികാരത്തിൻ്റെ കുതിരപ്പുറത്ത് ഏറിയിരിക്കുകയാണ്. താങ്കളുടെ ഈ ബോധ്യത്തിൽ വല്ല മാറ്റവും വരുമോ? ഇപ്പോൾ ഏതായാലും പെട്ടെന്ന് വരുമല്ലോ. കാരണം അധികാരത്തിൻ്റെ അധിക സമയം അകത്തളങ്ങളിൽ അധിക സമയം ചെലവഴിച്ചാലും വരില്ല. കാരണം എന്താ, ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഒരിക്കൽ കണ്ടവന് പിന്നെ വീണ്ടും ആ തെറ്റ് പറ്റൂല. കാരണം വെച്ചാൽ അധികാരം നഷ്ടപ്പെടുമ്പോൾ ഈ വൻകിടക്കാരും വലിയവരും ആയ ആളുകളൊക്കെ ഒഴിഞ്ഞു പോകും. ഇപ്പോഴേ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 1-2 ദിവസമായേ ഉള്ളൂ. കാണാത്തവരെ പലരും കാണുന്നുണ്ട്. ഞാനത് എൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ട്. ഇദ്ദേഹത്തെ 4-5 വർഷമായിട്ട് കണ്ടിട്ടില്ല, ഇപ്പോൾ ഏതായാലും കണ്ടു എന്ന് എൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ട്. വസ്തുതയാണത്. അതായത് നമുക്കൊന്നും ഇല്ലാതാവുമ്പോൾ ഒന്നും വേണ്ടാത്തവനെ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. ഈ ഒന്നും വേണ്ടാത്തവൻ എല്ലാ കാലത്തും ഉണ്ടാവും. അത് ഈ സാധാരണക്കാരാണ്. അവരുടെ ഒരു കാര്യം നമ്മളെ കണ്ടിട്ടുള്ള ആവേശം കൊണ്ട് നിൽക്കുന്നതാണ് അവർ. നേരെ മറിച്ച് മറ്റവർ, അതാണ് ഞാൻ അന്ന് പറഞ്ഞ കോട്ടും ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ശരിയാ, അവർ എല്ലാവരെയും ഒരുപോലെ കണ്ടു പറയാൻ പറ്റില്ല. അതിൽ ഒരുപാട് ഓപ്പർച്യൂണിസ്റ്റുകളുണ്ട് അതിനകത്ത്. അവർ വരുന്നത് മന്ത്രിയുടെ കസേരയെ നോക്കിയാണ്, എന്നെ നോക്കിയല്ല. അവരുടെ എല്ലാ സ്നേഹവും ആ കസേരയോടാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ തിരിച്ചറിവ് ഒരിക്കലും മായുന്ന പ്രശ്നവുമില്ല. വീണ്ടും എൻ്റെ ഇടം
താഴെയാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ പഴയ പോലെ ഞാൻ ഈ പദവിയോടുള്ള കാര്യങ്ങളൊന്നും ഒട്ടും എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അല്ല, താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തിനോ എന്നെ സ്വാധീനിക്കാൻ ഇനി കഴിയില്ല എന്ന് താങ്കൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്ന് പറയുന്നു. ഏതായാലും പഴയൊരു തരത്തിലുള്ള അനുചരവൃന്ദത്തിന് നടുവിൽ ഇനി എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ കഴിയില്ല അല്ലേ? ഒരിക്കലുമില്ല. അത് പഴയ കാലത്ത് എൻ്റെ ചുറ്റും ഒരുപാട് ആവിധ അനുചരന്മാർ ഉണ്ടായിരുന്നു എന്ന് അതിനർത്ഥമില്ല. കാരണം ഞാൻ എല്ലാവർക്കും ബാധകമായ ഒരു വസ്തുത പറഞ്ഞതാണ്, വളരെ ശ്രദ്ധിച്ച് ജീവിക്കാവൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുമ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കണം എന്ന പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തവണ എന്നെക്കൊണ്ട് ഒരു എന്താ പറയുക, അവിഹിതമായോ അല്ലെങ്കിൽ കാര്യലാഭത്തിന് വേണ്ടിയോ പണസമ്പാദ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ശുപാർശ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അത് ഉറപ്പ്. ആ കാര്യത്തിൻ്റെ മെറിറ്റ് നോക്കിയിട്ടല്ലാതെ ഞാൻ ചെയ്യില്ല. ചിലപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തെന്ന് വരും, പക്ഷേ അതിൻ്റെ മെറിറ്റും അതിൻ്റെ എന്താ പറയുക അതുമായി ബന്ധപ്പെട്ട സാധാരണക്കാർക്കുള്ള ഗുണവും അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ താല്പര്യം ഉണ്ടാവണം. പാർഷ്യാലിറ്റിയോ ഫേവറിറ്റീസോ അത്തരത്തിലുള്ള പരിപാടികളോ എന്നിൽ നിന്നുണ്ടാവില്ല. അതാരും ശ്രമിച്ചിട്ടും കാര്യമില്ല. ഞാനതാ എൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ ബന്ധക്കാർ, റിലേറ്റീവ്സ് എല്ലാവരോടും ഈ കാര്യം തുറന്ന് പറഞ്ഞോളൂ. ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വളരെയധികം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.